നമ്മുടെ ആരോഗ്യം ശരിയായ രീതിയിൽ വിലയിരുത്താനും ചികിത്സ ലഭിക്കാനും ഡോക്ടർമാർ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു ലാബ് റിപ്പോർട്ടിനെയാണ്. ലാബ് റിപ്പോർട്ട് കൃത്യതയാവണമെങ്കിൽ ആ ലാബിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, അവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജീസ്, അവിടെയുള്ള ടെക്നീഷ്യൻസിൻ്റെ ട്രെയിനിങ്, അവിടെ റൺ ചെയ്യുന്ന ക്വാളിറ്റി കൺട്രോൾ, ഇതൊക്കെ ഉയർന്ന നിലവാരത്തിലുള്ളതായിരിക്കണം. നമ്മളിന്ന് അങ്ങനെയുള്ളൊരു ഉയർന്ന നിലവാരത്തിൽ എങ്ങനെയാണ് ഒരു ലാബ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി നമ്മളെ മനീഷ് ആൻഡ് ആൻസേഴ്സിൻ്റെ യാത്ര ഇന്ന് ഒരു ലാബിലേക്ക് പോവാണ്. നമുക്ക് അവിടെ നിന്ന് കാണാം. നമ്മുടെ ഇന്നത്തെ അതിഥി ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ശൃംഖലകളുള്ള ലാബ് ശൃംഖലകളുള്ള മെട്രോപോളിസ് ഹെൽത്ത് കെയറിൻ്റെ കേരളത്തിലെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറും അതുകൂടാതെ NABLൻ്റെ ടെക്നിക്കൽ അസസർ, ലീഡ് അസസർ എന്നീ പദവികളിലുണ്ടായിരുന്ന ഡോക്ടർ രമേഷ് കുമാർ സാറാണ്. നമുക്ക് സാറുമായിട്ട് കുറച്ച് നേരം സംസാരിക്കാം. താങ്ക് യു മനീഷ്. സാർ, ഞാനൊരു സാധാരണക്കാരൻ്റെ ഒരു ആംഗിൾ, ഒരാളൊരു ലാബ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലാബ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ ലാബിനെ എങ്ങനെയാണ് ഒരു ലാബിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? ഒരു സാധാരണക്കാരൻ്റെ ആംഗിളിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. സാധാരണക്കാരനും നമുക്ക് വരുന്ന പേഷ്യൻസിനും ഒക്കെ വേണ്ടത് എന്താണ്? നല്ല ക്വാളിറ്റിയുള്ള കറക്റ്റ് റിപ്പോർട്ട് കറക്റ്റ് സമയത്ത് കിട്ടും. ഇതാണ് അവരുടെ ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ലാബ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാബിൽ നമ്മൾ ഓരോ ടെസ്റ്റുകൾക്കും ടൈം പറഞ്ഞിട്ടുണ്ട്. രാവിലെ രജിസ്ട്രേഷൻ തൊട്ട് റിപ്പോർട്ട് കൊടുക്കുന്നവരെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ SOP പ്രകാരം ചെയ്ത് കറക്റ്റായിട്ട് റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പല സ്റ്റെപ്സ് ഉണ്ടാകും. അതിൽ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതൊന്നും വരുന്ന ആൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ലാബിലുള്ളവർ എത്രയും പെട്ടെന്ന് അത് കാര്യമായി കറക്റ്റായി റിപ്പോർട്ട് കൊടുക്കുക. അത് റിപ്പോർട്ട് കറക്റ്റായാൽ മാത്രമേ അവർക്ക് അതിൻ്റെ ഉപയോഗമുള്ളൂ. ഇല്ലെങ്കിൽ അത് യൂസ്ലെസ് ആണ്. സോ ഡോക്ടർമാർ ഈ കിട്ടുന്ന റിപ്പോർട്ട് വെച്ചിട്ടാണ് ഈ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അവർക്ക് അസുഖം മാറിയോ അല്ലെങ്കിൽ അസുഖം ഇനിയും മരുന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നോക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ലാബിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി റിപ്പോർട്ട് ഉറപ്പാക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ ഈ കസ്റ്റമർ വീണ്ടും വരുള്ളൂ. അല്ലെങ്കിൽ അവർ വരില്ല. സോ ഓരോ റിപ്പോർട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ ലാബിലുള്ളവർ ശ്രദ്ധിക്കേണ്ടത് ഓരോ പേഷ്യൻ്റെ ഓരോ റിപ്പോർട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് പേഷ്യൻസിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ ബാധിക്കും. അതുകൊണ്ട് ഒരിക്കലും ഒരു ക്വാളിറ്റി ഇല്ലാത്ത റിപ്പോർട്ട് റിലീസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പം കൂടുതലും കാണുന്നവരിപ്പം പഴയ പല ലാബുകളുടെയും ഒരു അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ബോർഡ് അല്ലെങ്കിൽ അവരുടെ ലാബുകളിലേക്ക് പോകുമ്പോൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിലൊക്കെ കാണുന്ന ഒരു വലിയൊരു പേരാണ് NABL അക്രഡിറ്റഡ് ലാബ്. സർ, ശരിക്കും NABL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതെങ്ങനെയാണ് ഒരു ലാബിന് കിട്ടുന്നത്? അതൊക്കെ ഒന്ന് നമുക്ക് പറഞ്ഞുതരാമോ സാർ? സോ NABL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അണ്ടർ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഭാഗമാണിത്. ഈ NABL ആണ് ഇന്ത്യയിൽ അക്രഡിറ്റേഷൻ തുടങ്ങി വെച്ചത്. ഇപ്പോൾ വേറെ 2-3 ഏജൻസീസ് ഉണ്ട്. ഈ അക്രഡിറ്റേഷൻ ചെയ്യുന്നത് ISO സ്റ്റാൻഡേർഡ് പ്രകാരം. ISO 15189 ആണ്. ISO 15189 ഓഫ് 2022 എന്നുള്ള ഡോക്യുമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ NABL ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ഓഡിറ്റിങ്ങിന് അസസേഴ്സിനെ അയക്കുന്നു. ഈ വരുന്ന അസസേഴ്സ് ഈ ചെക്ക് ലിസ്റ്റ് പ്രകാരം എല്ലാം വെരിഫൈ ചെയ്ത് ശരിയാണോ എന്ന് നോക്കും. എല്ലാം പോരായ്മകളുണ്ടെങ്കിൽ അവർ അതിനുള്ള ഫീഡ്ബാക്ക് തരും, സജഷൻസ് തരും ഫോർ ഇംപ്രൂവ്മെൻറ്റ്. സോ ഓരോ ഓഡിറ്റിങ്ങും നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഓരോ പ്രാവശ്യം ഓഡിറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു 50 to 60% മാർക്കേ കിട്ടിയുള്ളൂ എന്ന് വരാം. അത് ഓരോ പ്രാവശ്യം ഓഡിറ്റ് ചെയ്യുമ്പോൾ മാർക്ക് കൂടി വരും. നമ്മുടെ എയിം എന്താണ്? നമ്മുടെ എയിം ഈസ് ടു റീച്ച് 100% accuracy, 100% നിയർ ടു ദി ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ്. എല്ലാം 100% എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പോൾ ഡ്യൂറിങ് ദി ഓഡിറ്റിംഗ് പ്രോസസ്സ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് നമ്മുടെ
100% എത്തും. അതാണ്. അപ്പോൾ ആദ്യം ഓഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 100 മാർക്ക് കിട്ടണമെന്നില്ല, കുറേ പോരായ്മകളുണ്ടാവും, അത് കറക്റ്റ് ചെയ്ത് അതാണ് നോൺ കൺഫോമൻസസ് അല്ലെങ്കിൽ NCs എന്ന് പറയും. ഈ NCs തരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. NABL അയക്കുന്ന അസസേഴ്സ് അവർ ചെക്ക് ലിസ്റ്റ് പ്രകാരം വെരിഫൈ ചെയ്യും. അവർ വരുന്നത് ലാബിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അവരുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടല്ല. അവരതുകൂടാതെ അവർ ഫാൾട്ട് ഫൈൻഡ് ചെയ്യാനല്ല വരുന്നത്. അവർ നമ്മളെ ഓഡിറ്റ് ചെയ്തിട്ട് നമ്മളെല്ലാം കംപ്ലൈ ചെയ്യുന്നുണ്ടോ ആസ് പെർ ദി സ്റ്റാൻഡേർഡ്, ആസ് പെർ ദി ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം ഡോക്യുമെൻറ്റ് ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പോരായ്മകൾ അവർ പറഞ്ഞു തരും. അതുകൊണ്ട് നമ്മൾ NCs തരുന്നു. ആ NCs ഇത്ര സമയത്തിനുള്ളിൽ, ഇത്ര ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്യണം എന്ന് പറയും. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ NCs എല്ലാം ക്ലോസ് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് നമുക്ക് അക്രഡിറ്റേഷൻ തരുന്നു. അക്രഡിറ്റേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി പറയുന്നത് NABL ആണ്. ഫസ്റ്റ് പാർട്ടി ലാബ്, സെക്കൻഡ് പാർട്ടി പേഷ്യൻറ്റ്, തേർഡ് പാർട്ടി ഈസ് നമ്മുടെ NABL പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓട്ടോണമസ് ബോഡിയാണ്. അവർ വന്ന് ഓഡിറ്റ് ചെയ്ത് നമ്മളുടെ പോരായ്മകൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ അവർക്ക് നമ്മുടെ മേലെ ഒരു കൺട്രോൾ ഉണ്ട്. ഒരിക്കൽ ഒരു അക്രഡിറ്റേഷൻ തന്നു കഴിഞ്ഞാൽ അക്രഡിറ്റേഷൻ പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് തരുന്നു. ആ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി 2 years ആണ്. പക്ഷേ എവറി ഇയർ വെരിഫൈ ചെയ്യണം. അത് വെരിഫൈ ചെയ്ത ശേഷം വീണ്ടും നമ്മൾ പറഞ്ഞ പ്രകാരമെല്ലാം ശരിക്കും പോകുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ഓരോ ഇയറും ചെയ്യുന്നത്. അപ്പം ഈ ഓഡിറ്റ് ചെയ്ത് ഒരിക്കൽ അക്രഡിറ്റേഷൻ തന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ മേലെ ഒരു കൺട്രോൾ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അവർ സർപ്രൈസ് ഓഡിറ്റ്, ഇപ്പോൾ സർപ്രൈസ് ഓഡിറ്റ് ഉണ്ട്, സർപ്രൈസ് ഓഡിറ്റ് ചെയ്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർ ആക്ഷൻ എടുക്കും. ഈവൻ നമ്മുടെ അക്രഡിറ്റേഷൻ സ്റ്റാറ്റസ് തന്നെ വിഡ്രാ ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഡ്രാ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പേപ്പറിലെല്ലാം വരും, നമുക്ക് ലാബിന് പേര് മോശമാണ്. അതുകൊണ്ട് അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു ലാബ് ഒരിക്കലും പുറകിലോട്ട് പോകില്ല. അവർ ഇമ്പ്രൂവ് ചെയ്യാനേ നോക്കുള്ളൂ. അവരുടെ മെയിൻ എയിം ഈസ് നമ്മുടെ അക്രഡിറ്റേഷൻ പ്രോസസ്സ് കംപ്ലൈ ചെയ്യുക. നമ്മുടെ കംപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെല്ലാം ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നാണ്. ഇതിനെ പറയുന്നത് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. QMS എന്ന് ഷോർട്ട് ഫോം പറയും. ഈ QMS ബേസ് ചെയ്തിരിക്കുന്നത് ISO 15189 ഓഫ് 2022 ഗൈഡ് ലൈൻസ്. അതാണ് ഇത് ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന ഗൈഡ് ലൈനാണ്. ഇതിന് സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് ഫോർ കോമ്പിറ്റൻസ് ഓഫ് മെഡിക്കൽ ലബോറട്ടറീസ് എന്നുള്ള ഗൈഡ് ലൈനാണ്. അപ്പോൾ ഈ ഗൈഡ് ലൈൻ ഓൾ ഓവർ ദി വേൾഡ് ഫോളോ ചെയ്യുന്നുണ്ട്. ചില കൺട്രീസിലൊക്കെ ലാബ് തുടങ്ങണമെങ്കിൽ തന്നെ അക്രഡിറ്റേഷൻ വേണം. നമ്മുടെ ഇന്ത്യയിൽ അത് അത്രയൊന്നും ആയിട്ടില്ല, കമ്പൽസറി ആയിട്ടില്ല. കുറേ കഴിയുമ്പോൾ അതൊക്കെ കമ്പൽസറി ആകും. നമ്മളെല്ലാവരും അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ റെഡിയായിട്ട് അതിലോട്ട് മുന്നോട്ട് വരിക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സാറിൻ്റെ അനുഭവത്തിൽ ഇപ്പം കൂടുതലും സാർ അസസ്മെൻറ്റിന് പോകുന്ന സമയങ്ങളൊക്കെ കോമൺ ആയിട്ട് ഈ ലാബുകളിൽ വരുന്നൊരു ഓഡിറ്റ് ഫെയിലിയേഴ്സ് അല്ലെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന NCs കൂടുതൽ എന്താണ് സാർ അതിൻ്റെ അത് കൂടുതൽ ഉണ്ടാവാറുള്ളത് കോമൺ ആയിട്ട് കാണുന്നത്? 4 പ്രധാന ഐറ്റംസ് ആണ് ഉള്ളത്. ഒന്ന്, സ്ഥലപരിമിതികൾ ഇല്ലാതിരിക്കുക. നമ്മളുടെ വർക്ക് അനുസരിച്ചുള്ള സ്ഥലം ഉണ്ടായിരിക്കണം. സ്ഥലമില്ലെങ്കിൽ അതൊരു നോൺ കംപ്ലയൻസ് ആണ്. പിന്നെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് നമ്പർ ശരിയാണോ, അവർക്ക് ട്രെയിനിങ് ഉണ്ടോ, അവർ പ്രോപ്പർലി എക്സ്പീരിയൻസ്ഡ് ആണോ, കോമ്പിറ്റൻ്റ് ആണോ എന്ന് നോക്കും. അതാണ്. പിന്നെ മൂന്നാമത് മെഷീൻസ് എല്ലാം നല്ലപോലെ പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ആണോ, അതിന് പെർഫോമൻസ് ക്വാളിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്തിരിക്കും. പിന്നെ നമ്മൾ അത് ഉപയോഗിക്കുന്ന റിയേജൻസ് ആൻഡ് കൺസ്യൂമബിൾസ് അതെല്ലാം കറക്റ്റാണോ, ലോട്ട് ടു ലോട്ട് വെരിഫിക്കേഷൻ ഉണ്ടോ, ഇതൊക്കെ ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടെ നല്ലതായാൽ മാത്രമേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ടും നല്ലതായിരിക്കും. അപ്പോൾ ക്വാളിറ്റി ഓഫ് ദി റിസൾട്ടാണ് ഇമ്പോർട്ടൻറ്റ്. ക്വാളിറ്റി ഓഫ് ദി റിസൾട്ട് മാക്സിമം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 4 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. മാൻ, മെഷീൻ, എൻവയർമെൻറ്റ് ആൻഡ് റിയേജൻസ് എല്ലാം കറക്റ്റായിരിക്കും. സോ മാൻ റിക്വയർസ് ട്രെയിനിങ്. മാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാൻ ആൻഡ് വുമൺ വർക്കിംഗ് ഇൻ ദി ലാബ്, ടെക്നീഷ്യൻസ്, സയൻറ്റിഫിക് ഓഫീസേഴ്സ്, ഇവർക്കൊക്കെ പഠിച്ചു വരുമ്പോഴുള്ള
ട്രെയിനിങ് മാത്രം പോരാ, അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അതിനാണ് ഓരോ പ്രോഗ്രാം CME വർക്ക്ഷോപ്സ് ഇതൊക്കെ അറ്റൻഡ് ചെയ്യണം പറയുന്നത്. എന്നാൽ വരെ അവർ അപ് ടു ഡേറ്റ് ആവുള്ളൂ. അപ്പം സ്റ്റാഫ് ട്രെയിനിങ് വേണം. മെഷീൻ റിക്വയർസ് മെയിൻ്റനൻസ് ആൻഡ് കാലിബ്രേഷൻ. സോ ഞാൻ പറയാറുണ്ട്, സോ ലാബിൽ മൂവ് ചെയ്യുന്നവർക്കെല്ലാം ട്രെയിനിങ് വേണം, മൂവ് ചെയ്യാത്തതിന് മെയിൻ്റനൻസ് വേണം. മെയിൻ്റനൻസ് ആൻഡ് കാലിബ്രേഷൻ വേണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് റിപ്പോർട്ട് കിട്ടുള്ളൂ. അപ്പോൾ മെഷീൻ വാങ്ങിക്കുമ്പോൾ കറക്റ്റായിരിക്കും, അത് 6 മാസമോ 1 കൊല്ലമോ കഴിയുമ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ എന്തെങ്കിലും വേരിയേഷൻ വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് അതിനൊരു പീരിയോഡിക്കൽ മെയിൻ്റനൻസ് വേണം, കാലിബ്രേഷൻ വേണം. നമ്മൾ ഉപയോഗിക്കുന്ന പിപ്പറ്റ് കാലിബ്രേറ്റ് ചെയ്തിരിക്കണം, തെർമോമീറ്റർ കാലിബ്രേറ്റ് ചെയ്തിരിക്കണം, റെഫ്രിജറേറ്ററിൽ കിട്ടുന്ന ടെമ്പറേച്ചർ ശരിയാണോ എന്ന് വെരിഫൈ ചെയ്തിരിക്കണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉറപ്പാക്കണം. സോ റിയേജൻസ് നമ്മൾ എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റിയേജൻസിനെ ആ മെഷീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദാറ്റ് എപ്പോൾ വേണമെങ്കിലും മെഷീൻ ക്യാൻ ഗോ റോങ്. റിയേജൻസ് ഡിറ്റീരിയേറ്റ് ചെയ്യാം. ഇന്നലെ കിട്ടിയ റിസൾട്ട് ഇന്ന് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഡെയിലി നമ്മൾ ക്വാളിറ്റി കൺട്രോൾ ചെയ്യണം. ഇൻറ്റേർണൽ കൺട്രോൾ എന്നും ചെയ്തിരിക്കണം. ഇൻറ്റേർണൽ കൺട്രോൾ 2 ലെവൽസ് 8 hours കൂടുമ്പോൾ ചെയ്യണം എന്നാണ് ഇപ്പോഴത്തെ റൂൾസ്. രാവിലെ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 ലെവൽസ് ആൻഡ് 8 hours കഴിയുമ്പോൾ 2 ലെവൽസ്. ഇപ്പോൾ 24 hours വർക്ക് ചെയ്യുന്ന ലാബാണെങ്കിൽ 3 പ്രാവശ്യം എങ്കിലും ക്വാളിറ്റി കൺട്രോൾ ഇൻറ്റേർണൽ QC ചെയ്തിരിക്കണം. സോ ഹോസ്പിറ്റൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലാണെങ്കിൽ എവറി 8 hours QC ചെയ്തിരിക്കണം. അതാണ് ഗൈഡ് ലൈൻസ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഉറപ്പ് വരുത്തണം. എന്താ വെച്ച് കഴിഞ്ഞാൽ 8 hours എന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീൻ എനി ടൈം ഇറ്റ് ക്യാൻ ഗോ റോങ്. അല്ലെങ്കിൽ റിയേജൻസ് എന്തെങ്കിലും പ്രോബ്ലം വരാം, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ ഫ്ലക്ച്വേഷൻസ് എന്തെങ്കിലും വരാം. അതുകൊണ്ടാണ് എവറി ടൈം 8 മണിക്കൂർ തോറും QC ചെയ്യണമെന്ന് പറയുന്നത്. QC ചെയ്ത് ഉറപ്പാക്കുക. അത് QC ചെയ്യുന്നത് നമ്മുടെ ഒരു കൺട്രോൾ വാല്യൂ പറയുന്നത് അതിനൊരു ലിമിറ്റ് ഉണ്ടാവും, ടാർഗറ്റ് വാല്യൂ ഉണ്ടാവും. ഈ ടാർഗറ്റ് വാല്യൂവിൻ്റെ അടുത്ത് വരുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കുന്ന പേഷ്യൻസിൻ്റെ റിസൾട്ട് കറക്റ്റായിരിക്കും. അതാണ് നമ്മളിപ്പോൾ പേഷ്യൻസ് ആരെങ്കിലും വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്നത് പറയണമെങ്കിൽ ഇതാണ് കാര്യം. നമ്മൾക്ക് കൺട്രോൾസ് ഉണ്ട്, ക്വാളിറ്റി കൺട്രോൾസ് ഉണ്ട്. ഈ കൺട്രോൾസ് റൺ ചെയ്യും ഡെയിലി. ഇതിൽ വരുന്ന റിസൾട്ട് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തരുന്ന റിപ്പോർട്ട് കറക്റ്റായിരിക്കും. അങ്ങനെയാണ് നമ്മൾ റിലീസ് ചെയ്യുന്നതെന്ന് പറയണം. നമ്മൾ ചെയ്ത് കോൺഫിഡൻ്റ് ആയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ കോൺഫിഡൻ്റ് അല്ലെങ്കിൽ നമുക്ക് പറയാൻ വോയിസ് ഇല്ല. അതുകൊണ്ട് എപ്പോഴും കോൺഫിഡൻ്റ് ആണെന്നെങ്കിൽ നമ്മുടെ QC കറക്റ്റ് ആയിരിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ സാറൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനോടുകൂടി ഇരിക്കുമായിരുന്നു. പക്ഷേ സാർ ഒരു ആൻസറിൽ തന്നെ നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ സാർ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് NABL റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. സാർ എനിക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യം, സാധാരണ ആൾക്കാർക്ക് എപ്പോഴും പ്രത്യേകിച്ച് ഒരു സാധാരണക്കാരൻ നമ്മൾ ലാബ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളോടൊക്കെ ഷെയർ ചെയ്യുന്നൊരു കാര്യമാണ്, എൻ്റെ സാമ്പിൾ ഞാൻ തന്നെ ഈ ലാബിൽ ചെയ്തു ആ ലാബിൽ ചെയ്തു അപ്പോഴൊക്കെ ഡിഫറെൻറ്റ് റിസൾട്ട് കിട്ടുന്നു. ഇതൊരു ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ട് എപ്പോഴും നമ്മളാണെങ്കിലും ചിലപ്പോൾ ഒന്നൊരു കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം പറയാൻ പറ്റാത്തൊരു ചോദ്യമായിട്ട് വരാറുണ്ട്. അത് എങ്ങനെയാണ് സാർ ഇത് ശരിക്കും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ സാർ? അത് ഉള്ള കാരണങ്ങൾ നമുക്കറിയാം, പക്ഷെ എങ്കിലും അതൊന്ന് കറക്റ്റായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ലാബ് ടു ലാബ് വേരിയേഷൻസ് ക്യാൻ അക്കർ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് വ്യത്യാസമുണ്ട്, മെഷീൻസ് വ്യത്യാസമുണ്ട്, അവർ ഉപയോഗിക്കുന്ന റിയേജൻസ് വ്യത്യാസം ഉണ്ടാകാം, അതിൻ്റെ മെത്തേഡ്സ് വേരിയേഷൻ ഉണ്ടാകും, അതിൻ്റെ എൻവയറമെൻറ്റ് വ്യത്യാസം ഉണ്ടാകും. ഈ എന്ത് വ്യത്യാസമാണെങ്കിലും ഒരു സെർട്ടൺ പെർസെൻറ്റേജ് കൂടുതൽ വേരിയേഷൻ വരാൻ പാടില്ല. നമ്മളെപ്പോഴും പറയുന്നത് ലാബ് ടു ലാബ് എത്ര വേരിയേഷൻ വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10% വേരിയേഷൻ +or- വേരിയേഷൻ വരാം എന്നായി പറയും. നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡും ഇതെല്ലാം സ്റ്റാൻഡേർഡൈസ്ഡ് മെത്തേഡ്സ് ഉണ്ട്, മെഷീൻസ് ഉണ്ട്, എല്ലാം ഇൻ്റർനാഷണലി ഇമ്പോർട്ടഡ് മെഷീൻ റിയേജൻസ് ഒക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വലിയ വേരിയേഷൻസ് ഒന്നും വരാൻ പാടില്ല. ചെറിയ വേരിയേഷൻസ് ക്യാൻ അക്കർ. ഈ ചെറിയ വേരിയേഷൻ കൊണ്ട് പേഷ്യൻസിന് ഒന്നും സംഭവിക്കില്ല. അത് അക്സെപ്റ്റബിൾ വേരിയേഷനാണ്. 5 to 10% വേരിയേഷൻ. നമ്മൾ ഡെയിലി QC ചെയ്യുമ്പോൾ തന്നെ ഒരേ സാമ്പിൾ ചെയ്യുമ്പോൾ തന്നെ ഡേ ടു ഡേ ചെയ്യുമ്പോൾ ചെറിയ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. ആ വേരിയേഷനാണ് എത്ര പെർസെൻറ്റേജ് വേരിയേഷൻ ഉണ്ടെന്ന് നോക്കി നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ കണ്ടുപിടിക്കുന്നത്.
അത് എല്ലാ മാസവും കണക്കാക്കിയിരിക്കണം. അല്ലെങ്കിൽ അതിനെ ഇപ്പോൾ പറയുന്നത് മെഷർമെൻറ്റ് അൺസർട്ടനിറ്റി, MU എന്ന് പറയും. മെഷർമെൻറ്റ് അൺസർട്ടനിറ്റി മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ വേരിയേഷൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെഷർമെൻറ്റ് അൺസർട്ടനിറ്റി MUവിൻ്റെ ഉള്ളിൽ ഇരിക്കണം. ഇത് CV 5 to 10% ആണെങ്കിൽ MU പറയുന്നത് ആൾമോസ്റ്റ് ഡബിളാണ്, 10 to 20% ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതാണ് പറയുന്നത്. മെഷർമെൻറ്റ് അൺസർട്ടനിറ്റി മോർ ദാൻ 20% പോകാൻ പാടില്ല. അത് അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ലാബിൽ ചെയ്യുന്ന റീജൻസോ മെഷീൻസോ അല്ലെങ്കിൽ കാലിബ്രേഷനോ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, അത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ QC കറക്റ്റുള്ള ലാബിൽ, QC വേരിയേഷൻ ഇല്ലാതെ കറക്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്യുക. QC കറക്റ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ലാബും ഹോസ്പിറ്റൽസും ഒക്കെ QC ചെയ്യുന്നുണ്ട്. എങ്കിലും അവർക്ക് കിട്ടുന്ന QC ടാർഗറ്റ് ലൈനിൻ്റെ അടുത്താണോ, നല്ല റിസൾട്ടാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ തരും. നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ കാണിച്ചു തരും QC കറക്റ്റാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് കറക്റ്റാണ് എന്നാണ്. അപ്പോൾ NABL ഉണ്ടെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡെയിലി ബേസിസിൽ നമ്മൾ മോണിറ്റർ ചെയ്യും. നമുക്ക് കിട്ടുന്ന QC എന്തെങ്കിലും ഔട്ട്ലയേഴ്സ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കറക്റ്റ് ചെയ്യും. കറക്റ്റ് ചെയ്തിട്ട് പേഷ്യൻ്റ് റിപ്പോർട്ട് റിലീസ് ചെയ്യും. അതുകൊണ്ട് വേരിയേഷൻസ് NABL ലാബിൽ നിന്ന് വരുന്ന വേരിയേഷൻസ് പറയുന്നത് വളരെ ലെസ് ആയിരിക്കും. നേരെ മറിച്ച് നോൺ NABL ലാബിലാണെങ്കിൽ ചിലപ്പോൾ വേരിയേഷൻസ് കൂടുതലായിക്കൂടാന്നില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ എയിം ഈസ് ടു ഗെറ്റ് ആൻ NABL അക്രഡിറ്റേഷൻ. NABL അക്രഡിറ്റേഷൻ കിട്ടിയാൽ നമ്മുടെ ക്വാളിറ്റി എല്ലാം ഉറപ്പ് വരുത്തിയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഉറപ്പ്. സാർ, നമ്മുടെ പോസ്റ്റ് കോവിഡിന് ശേഷം ശരിക്കും ഈ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഇൻഡസ്ട്രി ശരിക്കും ഒരു ചേഞ്ച് ഓവർ നമുക്ക് കാണാം പല രീതിയിലും. ഒന്നാമത്തെ കാര്യം, വലിയ മൾട്ടിനാഷണൽ കമ്പനി പോലെയുള്ള വലിയ ചെയിൻ ഓഫ് ലാബുകൾ വരുന്നു. എങ്ങനെയാണ് സാർ ഈ പുതിയൊരു എങ്ങനെയായിരിക്കും ഈ അപ്കമിങ് ട്രെൻഡ് എന്താണ് ഈ ഇൻഡസ്ട്രിയിൽ, എങ്ങനെയായിരിക്കും അങ്ങനെ ഒരു സാറിൻ്റെ ഒരു വിഷൻ എന്താണ് സാറേ? കോവിഡിന് ശേഷം കോവിഡ് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. സോ കോവിഡിന് ശേഷം ജനങ്ങൾക്ക് ഹെൽത്ത് അവയർനെസ് കൂടി, വെൽനെസ് പാക്കേജ് ചെയ്യാമെന്നൊക്കെ തോന്നൽ വന്നു തുടങ്ങി. ഒരു വൺസ് ഇൻ എ ഇയർ എങ്കിലും ഒരു 40 ഇയേഴ്സ് കഴിയുമ്പോഴെങ്കിലും ഒരു ഇയർലി വൺസ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ, എന്തെങ്കിലും അസുഖം വരാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മളുടെ വേരിയേഷൻസ് അറിയുള്ളൂ. ഇപ്പോൾ ഷുഗർ ഒരു സ്വീറ്റ് കില്ലർ എന്നാണല്ലോ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അറിയാതെ ഷുഗർ കൂടി ലിവറോ കിഡ്നിയോ ഹാർട്ടോ ഒക്കെ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് അറിയുന്നത്. എന്തെങ്കിലും ഹോസ്പിറ്റലിൽ വല്ല സർജറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷനൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. അങ്ങനെ വരാതിരിക്കാനാണ് ഈ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യേണ്ടത്. അത് 40 ഇയേഴ്സിന് അബോവ് കമ്പൽസറി ആയിട്ട് തന്നെ എടുത്തോളൂ. വൺസ് ഇൻ എ ഇയർ ടെസ്റ്റ് ചെയ്യുക. ഇൻ കേസ് ഇനി വീട്ടിൽ ആർക്കെങ്കിലും ഫാമിലി ഹിസ്റ്ററി, ഫാമിലിയിൽ എന്തെങ്കിലും വേറെ അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 40 ആകണ്ട, ഈവൻ 30 തന്നെ കഴിഞ്ഞാൽ തന്നെ ടെസ്റ്റുകൾ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ടെസ്റ്റ് ചെയ്യാന്നുള്ളത് എല്ലാ ടെസ്റ്റും ചെയ്യണം എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ടെസ്റ്റുകൾ, കുറച്ച് കോമൺ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന ടെസ്റ്റുകൾ ഇതൊക്കെ ചെയ്യും. അത് ചെയ്യേണ്ടത് മെയിൻലി ലിവർ ഫങ്ഷൻ, കിഡ്നി ഫങ്ഷൻ, ഡയബറ്റിസ്, ഹാർട്ടിൻ്റെ ചെക്കപ്പ് ലൈക്ക് ലിപ്പിഡ്സ്, കൊളസ്ട്രോൾ ഹൈ ആണ്, BP നോക്കുക, ഇതൊക്കെ നോക്കുക. ഹൈറ്റും വെയ്റ്റും ബാലൻസ്ഡ് ആണോ, വെയ്റ്റ് കൂടുന്നുണ്ടോ, വെയ്റ്റ് കുറയുന്നുണ്ടോ. അതുകൂടാതെ തൈറോയിഡ് ടെസ്റ്റും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. തൈറോയിഡ് ടെസ്റ്റ് പറയുന്നത് നമുക്ക് ഇപ്പോൾ പണ്ട് ഷുഗറായിരുന്നു കൂടുതൽ, ഷുഗറാണ് നമ്മുടെ ടെസ്റ്റിൽ എപ്പോഴും നമ്പർ കൂടുതലാണെങ്കിൽ അതേമാതിരി തന്നെയാണ് തൈറോയിഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടി വരുന്നത്. തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവരും ഒരുപാടുണ്ട് ജനങ്ങൾ, ഷുഗർ ഡയബറ്റിസ് ഉള്ളവരും കൂടുതലുണ്ട്. സോ ഇന്ത്യ ഈസ് ഗോയിങ് ടു ബിക്കം ദി ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് ബൈ 2027 or 28 എന്നാണ് പറയപ്പെടുന്നത്. എന്താ വെച്ചാൽ ഒരാൾക്ക്, നമ്മൾ ആദ്യമൊക്കെ 10 പേര് വരുന്നതിന് ഒരാൾക്കേ ഷുഗർ ഉണ്ടാവുള്ളൂ എന്ന് പറയാം. അത് കുറഞ്ഞു വന്ന് 8 ആയി, 7 ആയി, 5 ആയി. ഇപ്പോൾ 3-ൽ ഒരാൾക്ക് ഷുഗർ ഉണ്ട് എന്നാണ് ഡോക്ടർമാർ പറയപ്പെടുന്നത്. ഇപ്പോൾ ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് വരുന്ന
ഒരു ദിവസം വരുന്ന പേഷ്യൻസിൽ 3-ൽ ഒരാൾക്കെങ്കിലും ഷുഗർ ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഷുഗർ പറയുന്ന ഒരു സ്വീറ്റ് കില്ലറാണ്. അതിനെ വെരിഫൈ ചെയ്യുക, ഷുഗർ ഫാസ്റ്റിംഗ് നോക്കുക, ആഫ്റ്റർ ഫുഡ് നോക്കുക. അതുകൂടാതെ HbA1c ഗ്ലൈക്കോ ഹീമോഗ്ലോബിൻ ഉണ്ടോ കൂടിയിട്ടുണ്ടോ നോക്കുക. അപ്പോൾ പ്രീ ഡയബറ്റിക് ആണോ എന്നെങ്കിലും പറയാൻ പറ്റും. ഡയബറ്റിക്, നോൺ ഡയബറ്റിക്, ഡയബറ്റിക്, അതിനിടയ്ക്ക് ഒരു മിഡിൽ ഒരു പ്രീ ഡയബറ്റിക് കണ്ടീഷൻ കണ്ടുപിടിക്കാം. ഈ HbA1c പറയുന്ന ടെസ്റ്റ് ചെയ്താൽ കണ്ടുപിടിക്കാം. അതുകൂടാതെ അനീമിയ ലേഡീസിന് പെൺകുട്ടികൾക്കൊക്കെ അനീമിയ, ഹീമോഗ്ലോബിൻ രക്തക്കുറവ് ഉണ്ടാവുക, അതും നോക്കണം. ഹീമോഗ്ലോബിൻ നോക്കിയിരിക്കണം. ഇതൊക്കെ നമ്മുടെ റുട്ടീനായി ചെയ്ത് കഴിഞ്ഞാൽ പല കോംപ്ലിക്കേഷൻസും അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ ഇല്ലാതെ തന്നെ ചെറിയ മരുന്നൊക്കെ കഴിച്ച് അസുഖങ്ങൾ മാറ്റാൻ പറ്റും. നേരെ മറിച്ച് ഇതൊന്നും നോക്കാതിരുന്നു കഴിഞ്ഞാൽ വലിയ കോംപ്ലിക്കേഷൻസിൽ പോയി ചിലപ്പോൾ വല്ല മേജർ സ്ട്രോക്കോ ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയേഴ്സോ ഇതൊക്കെ വന്ന് ട്രീറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇതൊക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. സോ വന്ന് ട്രീറ്റ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. സോ ഹെൽത്ത് നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം നല്ലതായിരിക്കും. സോ ആരോഗ്യമുള്ള ജീവിതമാണ് എല്ലാവർക്കും വേണ്ടത്. ആരോഗ്യം ഇല്ലെങ്കിൽ പൈസ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. സോ ആരോഗ്യം നമുക്ക് എന്നും ഉണ്ടായിരുന്നാൽ പൈസ ഉണ്ടാക്കാം. നേരെ മറിച്ച് പൈസ ഉള്ളവർക്ക് ആരോഗ്യം ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഉള്ള പൈസ എല്ലാം തീർന്നു പോകും. അതുകൊണ്ട് ഒരിക്കലും ആരോഗ്യം ആണ് നിങ്ങൾ മുന്നിൽ ചെക്ക് ചെയ്യേണ്ട കാര്യം. ഒരുപാട് ബിസി ഷെഡ്യൂളിൻ്റെ അടുക്കാണ് നമ്മൾ ഡോക്ടറെ ഒന്ന് പിടിച്ചു നിർത്തിയത്. അതിന് ഒരുപാട് ഡോക്ടറോട് താങ്ക് യു. നമുക്ക് ഇനിയും എന്തെങ്കിലും ഇതുപോലുള്ള നമ്മളുടെ ലാബിലെ ടെസ്റ്റുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ സംശയങ്ങളോ നമുക്ക് അറിയാനുണ്ടെങ്കിൽ സാറ് പിന്നെയും നമുക്ക് സമയം പോലെ ഒന്ന് അപ്രോച്ച് ചെയ്യാം. ഇതിപ്പം സാറ് ബിസി ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് ഇത് തന്നതിന് സാർ ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മനീഷ്. ഇത് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ ലാബിൽ വർക്ക് ചെയ്യുന്നവർക്കും ജനങ്ങൾക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിക്കും. താങ്ക് യു. താങ്ക് യു സാർ.